ഹലോ, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ സയൻസിലെ ഭാഗം 3യിൽ വരുന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പഠിക്കേണ്ടവ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 10ാമത്തെ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. പേജ് നമ്പർ 185 ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന്. അതിൻ്റെ ആൻസർ ആയിട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. ശ്വസന പ്രക്രിയയ്ക്കായി മനുഷ്യനും മറ്റു ജന്തുജാലങ്ങളും ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നു. നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യവളർച്ചയ്ക്കായി നൈട്രജൻ ഉപയോഗപ്പെടുത്തുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും പഠിക്കണം കേട്ടോ. 188ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓക്സോൺ ഇവയാണ് ഹരിതഗൃഹവാതകങ്ങൾ എന്ന്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹരിതഗൃഹവാതകങ്ങൾ ഏതെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ 189ാമത്തെ പേജിലാണ്. ആഗോളതാപനം എന്നാൽ എന്ത്? ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആഗോളതാപനം ഭീഷണിയാകുന്നത് എങ്ങനെ? അതാണ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹരിതഗൃഹവാതകങ്ങളിലെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ ആഗോളതാപനം എന്ന് വിളിക്കുന്നു. ഇനി ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ സമുദ്ര ജലനിരപ്പ് ഉയരും. അടുത്ത പോയിന്റ്, സമുദ്ര തീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, ഭക്ഷ്യ ദൗർലഭ്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അടുത്ത പോയിന്റ്, ആവാസ വ്യവസ്ഥയിലെ പല സസ്യജന്തുജാലങ്ങളുടെയും നാശത്തിന് വഴിതെളിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 193ാമത്തെ പേജിലാണ്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങൾ ഏവ? ഏതെങ്കിലും ഒന്നിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. അപ്പോൾ പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ട്രോപ്പോസ്ഫിയറിൻ്റെ സവിശേഷതകൾ എഴുതുക എന്ന്. അപ്പോൾ ആ ഒരു ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗത്ത് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതണം. ഓരോ അന്തരീക്ഷ മണ്ഡലത്തെക്കുറിച്ചും 5 പോയിന്റുകൾ വെച്ചാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് 5ഉം പഠിക്കുക. ട്രോപ്പോസ്ഫിയറിൻ്റെ സവിശേഷത വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് സ്ട്രേറ്റ് ആയിട്ട്. അപ്പോൾ അത് പഠിക്കാൻ എന്തായാലും. 10ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് 11ാമത്തെ ചാപ്റ്ററിൽ 201ാമത്തെ പേജിൽ ഇതുപോലൊരു പിക്ചറോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആസൂത്രണം എന്ന് പറഞ്ഞിട്ട് തുല്യത, വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 മാത്രം തന്നിട്ട് 2 വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും പഠിക്കണം. അത് കൂടാതെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വളർച്ച എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു ലഘുക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അടുത്തൊരു പേജ്, അതായത് 202ാമത്തെ പേജിലാണ് അത് കിടക്കുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ ഇതിൽ നിന്നും എഴുതേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവാണ് വളർച്ച. പിന്നെ അതുപോലെ തന്നെ പ്രാഥമികം, ദ്വിതീയം, തൃതീയം ഈ മേഖലകളിലെ ഉൽപാദന വർധനവിൻ്റെ അടിസ്ഥാനത്തിലാണ് വളർച്ച കണക്കാക്കുന്നത്. കാർഷിക വ്യാവസായിക മേഖലകളിലെ ഉൽപാദന വർധനവ്, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ, ആശുപത്രികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഊർജോൽപാദനം, കയറ്റുമതി മുതലായവയിലുള്ള വർധനവ് തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടും. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ട് വളർച്ച ആസൂത്രണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായി കൈക്കൊണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 206ാമത്തെ പേജിൽ നിന്നാണ്. അതായത് ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ഇതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം. അപ്പോൾ ഹരിത വിപ്ലവത്തിന് ഇപ്പോൾ ഡെഫിനേഷൻ കിട്ടി. ഇനി അടുത്ത് എഴുതേണ്ടത്, ഇതിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അടുത്ത പാരഗ്രാഫിൽ ഈ 2 പോയിന്റ് കൂടി ആഡ് ചെയ്യാം. ഹരിത വിപ്ലവം പോലെ സമാന രീതിയിൽ പാൽ ഉൽപ്പാദനങ്ങളുടെ വർധനവും ലക്ഷ്യമിട്ട് നടപ്പാക്കിയ ധവള വിപ്ലവവും ഇന്ത്യയിൽ വൻ വിജയം നേടി. മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നീല വിപ്ലവവും ഇന്ത്യയിൽ നടപ്പിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 208ൽ നിന്നാണ്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പ്രാദേശിക വികസനത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുള്ളത്. അതിൽ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു. ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിലോ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു.
സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുന്നു. അടുത്തത് പേജ് നമ്പർ 209 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നീതി ആയോഗ് എന്ന് പറയുന്നത് ഇത് ഒരിക്കലും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത് നിങ്ങൾ. ഇവിടെ ഇതിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നീതി ആയോഗിൻ്റെ പ്രധാന അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ പ്രധാന അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ഘടന എങ്ങനെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുമുണ്ട്. 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായി പ്രവർത്തിക്കുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കും. ഇതാണ് നീതി ആയോഗിൻ്റെ ഘടന എന്ന് പറയുന്നത്. നീതി ആയോഗിൻ്റെ താഴെ തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. ഇതും പഠിക്കാതെ പോകരുത് കേട്ടോ എക്സാമിനും. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. രണ്ടാമത്തെ പോയിന്റ്, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. മൂന്നാമത്തെ പോയിന്റ്, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. നാലാമത്തത്, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണന ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. 12ാമത്തെ ചാപ്റ്ററിൽ നിന്നും 216ാമത്തെ പേജിൽ ഇവിടെ കൊടുത്തിട്ടുള്ള സുഷിരിതാവസ്ഥയും പ്രവേശനീയതയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. സുഷിരിതാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരിതാവസ്ഥ എന്ന് പറയുന്നത്. അടുത്തിവിടെ പറഞ്ഞിട്ടുള്ളത് പ്രവേശനീയത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി പ്രവേശനീയത എന്ന് പറയുന്നത് സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുക. സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്ന ഗുണവിശേഷത്തെയാണ് പ്രവേശനീയത എന്ന് പറയുന്നത്. 217ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള ജലപീഠം ഭൂഗർഭജലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിലുള്ള ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് ഭൂഗർഭജലം. അടുത്തത് 218ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള അരിപ്പ കിണറുകളെ കുറിച്ചാണ്. അത് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പ കിണറുകൾ എന്നറിയപ്പെടുന്നത്. 220ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള തണ്ണീർത്തടങ്ങൾ എന്നാൽ എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളായ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന്. അതിൻ്റെ ആൻസറാണ് കിണറുകളിൽ ജലനിരപ്പ് താഴുന്നു, ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. പേജ് നമ്പർ 221 കൊടുത്തിട്ടുള്ള ലോക തണ്ണീർത്തട ദിനം ഏത് ദിവസമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2. പേജ് നമ്പർ 222 ചോദിച്ചിട്ടുള്ള ജലമലിനീകരണം എന്നാൽ എന്ത്? ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാം? ഇത് ചോദിച്ചിട്ടുണ്ട്. ജലമലിനീകരണം എന്ന് പറയുന്നത് ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം എന്ന് പറയുന്നത്. ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ആ പേജിൽ തന്നെയുണ്ട്. അതായത് 222ാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജലമലിനീകരണം തടയുക എന്നത് ഇന്ന് ലോകം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ജലമലിനീകരണം ശുദ്ധലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നതോടൊപ്പം മണ്ണ്, വായു എന്നിവയുടെ മലിനീകരണത്തിലേക്കും നയിക്കുന്നു. അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. 224ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ വിശദമാക്കുക. അപ്പോൾ താഴെ തന്നിട്ടുണ്ട്. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. 13ാമത്തെ ചാപ്റ്ററിലെ 234ാമത്തെ പേജ് നമ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രളയമുണ്ടാക്കിയ ആഘാതങ്ങൾ എന്തെല്ലാം? പ്രളയമുണ്ടാക്കിയ ആഘാതങ്ങൾ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എഴുതണം 2018 പ്രളയം സർവ്വ മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കി, നൂറുകണക്കിന് ജീവൻ കവർന്നു, ഭൂമിയും മനുഷ്യരും അടക്കമുള്ള ജീവജാലങ്ങളും പരിസ്ഥിതിയുമെല്ലാം പ്രളയത്തിന് വിധേയരായി. അങ്ങനെ എഴുതിയതിന് ശേഷം പിന്നെ ഓരോ പോയിന്റുകളായിട്ട് എഴുതാം. ജലസംഭരണികളുടെ ക്രമീകരണം, അതിൽ അതിതീവ്രമായ പേമാരി ഉണ്ടായത് ഓഗസ്റ്റ് 15 മുതൽ 17 തീയതികളിലാണ്. ഈ മഴയെ തുടർന്ന് ജലസംഭരണികളിലേക്ക് ഉണ്ടായ നീരൊഴുക്ക് ഇവയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു.
പ്രളയത്തിൽ ഒഴുകിയെത്തിയ ജലം ജലസംഭരണികളിലെ ജലനിരപ്പ് അപകടമാം വിധം ഉയർത്തി. അതുകൊണ്ട് തന്നെ സംഭരണികൾക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള ജലത്തെ ക്രമീകരിക്കാനായി 37 അണക്കെട്ടുകളും തുറക്കേണ്ടി വന്നു. ഇടുക്കി അണക്കെട്ടിന്റെ 5 ഷട്ടറുകളും 26 വർഷത്തിനു ശേഷം തുറക്കേണ്ട സാഹചര്യമുണ്ടായി. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ്. രണ്ടാമത്തെ സൈഡ് ഹെഡിങ്ങിൽ ഞാൻ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന അത്രയും എഴുതിയാൽ മതി കേട്ടോ. അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചരിഞ്ഞാണ് കേരളത്തിന്റെ ഭൂഘടന. ഒട്ടേറെ കുന്നുകളും ചെങ്കുത്തായ മലനിരകളും ഒക്കെ ഈ ഭൂപ്രദേശത്തുണ്ട്. നിരവധി പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. ഇടുക്കി, വയനാട് ജില്ലകളിൽ പെയ്ത മഴ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇടയാക്കിയിട്ടുണ്ട്. ആകെ 381 ഇടത്ത് ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക്. അത്രയും മതി. അടുത്ത സൈഡ് ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത് കാർഷിക മേഖലയാണ്. അതിൽ നിന്ന് വരുന്ന പോയിന്റുകൾ വളരെ ചുരുക്കി എഴുതാം. അതായത് കാർഷിക മേഖലയെ ആകെ ബാധിച്ച ഒന്നായി മാറി പ്രളയം. 10.80 ലക്ഷം കർഷകരെ പ്രത്യക്ഷമായി ബാധിച്ചു. പിന്നെ വളരെയധികം പ്രദേശത്തെ കൃഷി നശിപ്പിച്ചു. പിന്നെയോ കൃഷിഭൂമിയിൽ മാലിന്യങ്ങളും പ്രളയത്തിൽ ഒഴുകി വന്ന വസ്തുക്കളും അടിഞ്ഞുകൂടി. 3.15 ലക്ഷം കൃഷിക്കാരെ ഇത് ദോഷകരമായി ബാധിച്ചു. കുരുമുളക്, ഏലം, നെല്ല്, വാഴ, മരച്ചീനി, പച്ചക്കറി എന്നിവയെയൊക്കെ പ്രളയം സാരമായി ബാധിച്ചു. ആ കണക്കുകൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ പറഞ്ഞാലും മതി കേട്ടോ. അടുത്തത് കൊടുക്കേണ്ടത് വളർത്തുമൃഗങ്ങൾ എന്ന് പറഞ്ഞ സൈഡ് ഹെഡിങ് ആണ്. പശു, ആട്, എരുമ, പോത്ത്, കന്നുകുട്ടി, നായ, കോഴി തുടങ്ങിയ എല്ലാ തരം വളർത്തുമൃഗങ്ങളും മറ്റനേകം ജീവജാലങ്ങളും ചത്തൊടുങ്ങി. ഇനി അടുത്തത് ജീവഹാനിയാണ് കൊടുക്കേണ്ടത്. 3 ഘട്ടങ്ങളായാണ് 2018 തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സംസ്ഥാനത്തെ ബാധിച്ചത്. ഒന്നാമത്തത് മെയ് 29 മുതൽ ജൂലൈ 8 വരെ ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം പറയുന്നത് ജൂലൈ 9 മുതൽ ഓഗസ്റ്റ് 7 വരെ. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8 മുതലാണ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ 2018 മെയ് 29 മുതൽ 2019 ജനുവരി 30 വരെ 513 പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്ന് കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നേടുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 238 പേജിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 2018 വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുക. 3 മാർക്കിൻ്റെയാണ്. അപ്പോൾ അധികം ഒന്നും എഴുതേണ്ടി വരില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്നത് എഴുതിയാൽ മതി. വെള്ളം കയറി തുടങ്ങിയപ്പോൾ വീട് വിട്ട് ഓടി വരുന്നവർക്ക് പൊതുവിദ്യാലയങ്ങളടക്കമുള്ള പൊതു ഇടങ്ങൾ രക്ഷാകേന്ദ്രങ്ങളായി. ഇതിനായി അതതിടങ്ങളിലെ നാട്ടുകാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സഹായികളായി. എന്നാൽ നിയന്ത്രണാതീതമായി വെള്ളം കയറിയപ്പോൾ കരസേനയും നാവികസേനയും വ്യോമസേനയും എല്ലാം രംഗത്തു വന്നു. കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും ഉദ്യോഗസ്ഥരും രാപ്പകലില്ലാതെ അധ്വാനം ചെയ്തു. ഇതിൽ നിന്നെല്ലാം വേറിട്ട് പ്രളയത്തെ നേരിട്ടതും ജനങ്ങളുടെ സജീവ രക്ഷകരായി മാറിയതും മത്സ്യത്തൊഴിലാളികളായിരുന്നു. പ്രളയത്തെ തോൽപ്പിച്ച കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്ന് വിശേഷിപ്പിച്ചാണ് കേരളീയ സമൂഹം അവരെ അംഗീകരിച്ചത്. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങളാണ് മരണസംഖ്യ ഇത്രമാത്രം കുറച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ 234 പേജിൽ നിന്നാണ്. അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്: പ്രളയം ഒരു ദുരന്തമായി മാറുന്നതിന് കാരണമാകുന്ന കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഏവ? അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും എന്ന് പറയുന്ന ഭാഗത്ത് കേരളത്തിൻ്റെ ഒരു ഭൂഘടനയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 240 പേജിലാണ്. ക്വസ്റ്റ്യൻ: വെള്ളപ്പൊക്കം ദുരന്തമായി മാറാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 240 എന്ന് പറയുന്ന പേജിലും 241 എന്ന് പറയുന്ന പേജിലും കൂടിയിട്ട് ഒരു 4 പാരഗ്രാഫുകളായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മാർക്കിനനുസരിച്ച് വേണം എഴുതാൻ. ഇപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 4 ഈ ബോക്സിൽ നിന്നും ഓരോ പോയിന്റുകൾ വെച്ച് എഴുതിയാൽ മതി. അതല്ല മാർക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചിട്ട് എഴുതാം. ഞാനിപ്പോൾ അടയാളപ്പെടുത്തി വെച്ചേക്കണ്ടൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് എഴുതണം കേട്ടോ. അപ്പോൾ 2 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരിസ്ഥിതി അവബോധമുള്ള ജനത വളർന്നു വരേണ്ടത് ആവശ്യമാണ്. അടുത്ത പോയിന്റ്: പാടങ്ങൾ, കുളങ്ങൾ എന്നിവ മഴവെള്ളത്തിന് താഴാനുള്ള സ്വാഭാവിക ഇടങ്ങളാണ്. ഇവ നികത്താണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് താഴാൻ ഇടമില്ലാത്ത അവസ്ഥയും തുടർന്ന് വെള്ളപ്പൊക്കവും ഉണ്ടാകാൻ ഇടയുണ്ട്. അങ്ങനെ എഴുതാം. പിന്നെ അതിനുശേഷം മൂന്നാമത്തതിൽ നിന്ന് അശാസ്ത്രീയമായ ഭൂവിനിയോഗമാണ് കേരളം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി. അതുപോലെ തന്നെ സ്വാഭാവിക വനവിസ്തൃതി ഗണ്യമായി കുറയുകയും വനഭൂമി വിളകൾ കൈയടക്കുകയും ചെയ്തതോടെ മണ്ണൊലിപ്പ് രൂക്ഷമായി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എടുത്ത് എഴുതാം. അതെല്ലാം മാർക്ക് കൂടുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എഴുതി വയ്ക്കണം കേട്ടോ. 4ാമത്തെ പാരഗ്രാഫിൽ നിന്ന് എഴുതുക: പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഇടപെടലുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മുടെ സ്വാഭാവിക ഭൂപ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനിടയാക്കി. അത് കഴിഞ്ഞിട്ട് എഴുതാം: പ്രളയകാലത്ത് നാശനഷ്ടങ്ങൾ രൂക്ഷമാക്കുന്നതിനുള്ള അടിസ്ഥാന കാരണം നദീതീരങ്ങൾ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ സ്വാഭാവിക പരിസ്ഥിതിക്ക് വലിയ കോട്ടം സംഭവിക്കാതെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണ്.
14ാമത്തെ ചാപ്റ്റർ നോക്കാം. അതിൽ 246ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് കുടുംബം ഒരു സാമൂഹ്യ സംഘമാണ്, കുടുംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. അതായത് ചെറിയ സംഘം, പരിചിതർ, ഉയർന്ന സംഘബോധം, പൊതുവായ ചില പ്രവർത്തന രീതികൾ, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 248ാമത്തെ പേജിൽ നിന്നാണ്. അവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്. അപ്പോൾ പ്രാഥമിക സംഘം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എഴുതാം. അടുത്ത ബന്ധം വെച്ചു പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായ മനുഷ്യരുടെ ഒരു ചെറു സംഘമാണ് പ്രാഥമിക സംഘം. ഇനി ദ്വിതീയ സംഘം എന്താണെന്ന് ചോദിച്ചാൽ എഴുതണം. ദ്വിതീയ സംഘങ്ങളിൽ അംഗങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. അംഗങ്ങൾക്കിടയിൽ ഔപചാരികമായ ബന്ധമാണ് ഉണ്ടാവുക. അംഗങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ദ്വിതീയ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. വ്യക്തിപരമായ പ്രയോജനമാണ് ഈ സംഘങ്ങളിലെ അംഗത്തിന്റെ അടിസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ 249ാമത്തെ പേജിൽ നിന്നാണ്. സാമൂഹ്യ സംഘങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കൂട്ടായ്മ വളർത്തുന്നു, പെരുമാറ്റശീലങ്ങൾ പരിശീലിപ്പിക്കുന്നു, സഹവർത്തിത്വം വളർത്തുന്നു, സാമൂഹ്യ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നു, പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നു. ഇതാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 250ാമത്തെ പേജിൽ നിന്നാണ്. അതായത് സാമൂഹ്യ നിയന്ത്രണം എന്നാലെന്ത്. ഇതിൻ്റെ ആൻസർ സമാധാനപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ സവിശേഷതകൾ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 4 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു തരണം കേട്ടോ. ഞാനത് വായിക്കണ്ടല്ലോ, നിങ്ങൾക്കത് അറിയാലോ. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 254ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഔപചാരിക നിയന്ത്രണത്തിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിയമം, പോലീസ്, വിദ്യാഭ്യാസം, കോടതി, ജയിൽ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.